मेरे प्यारे बच्चों सालम ഓൺലൈൻ ഹിന്ദി ക്ലാസ് में सबका स्वागत करता हूं. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ മക്കളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് ഹരിയാലി കി ചാവ് മേ എന്നുള്ള യൂണിറ്റിലെ ഫൂൽ എന്നുള്ള പാഠഭാഗം. രാംധരസ് മിശ്രിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. സെറ്റ് അല്ലേ? അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട നമുക്ക് നാളത്തെ പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് തന്നിട്ട് ചോദിച്ചേക്കാം, കവിതയ്ക്ക് ആധാർ പർ പൂർത്തി കരേ, കവിതയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. അപ്പൊ നമുക്ക് ഫൂൽ എന്നുള്ള മനോഹരമായിട്ടുള്ള യഥാർത്ഥ പൂവിനെ ഉപേക്ഷിച്ച് പ്ലാസ്റ്റിക് പൂവിനെ വീട്ടിൽ കൊണ്ടുവന്ന രാംധരസ് മിശ്രിന്റെ മനോഹരമായിട്ടുള്ള കവിത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകുമല്ലോ. യെസ്, ഇനി നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് എന്താ? അതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് താഴെ തന്നിട്ടുള്ളത് പൂർത്തീകരിക്കണം. അപ്പൊ 2 കോളമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഉദ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്തോട്ടമാണ്. ഉദ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്തോട്ടമാകുന്നു അല്ലെ? അപ്പൊ പൂന്തോട്ടം. അപ്പൊ നമുക്ക് ആദ്യത്തേതിൽ തന്നിട്ട് എന്താ? പ്ലാസ്റ്റിക് ഉദ്യാൻ അല്ലെ? പ്ലാസ്റ്റിക്കിന്റെ പൂന്തോട്ടം. അപ്പൊ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ പൂന്തോട്ടവും അസ്ലി ഉദ്യാൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ലെ? ഒറിജിനൽ ആയിട്ടുള്ളത്, കൃത്രിമമായിട്ടുള്ളതും ഒറിജിനൽ ആയിട്ടും ഉള്ളതും തമ്മിൽ എന്തെല്ലാം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. സെറ്റ് അല്ലേ? അപ്പൊ ആദ്യത്തിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഗന്ധ് നഹി, എന്തില്ല? മണമില്ല. പ്ലാസ്റ്റിക് ഉദ്യാൻ, ശരിയാണല്ലോ, അത് ഭയങ്കര റഫാണല്ലോ എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇതിന് എന്തില്ല? മണമില്ല. ഇനി ബാക്കിയുള്ളത് യഥാർത്ഥത്തിലുള്ള പൂന്തോട്ടവും പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൂന്തോട്ടവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ടെത്തി എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ 4 മാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം വളരെ സിമ്പിൾ ആണ്, മക്കൾ ശ്രദ്ധിച്ചോ. നമുക്ക് നോക്കാം എന്താണത്. യെസ്, പ്ലാസ്റ്റിക് ഉദ്യാൻ, അസ്ലി ഉദ്യാൻ. അപ്പൊ മണമില്ല എന്ന് നമുക്ക് എന്ത് ചെയ്തു? ആദ്യം തന്നെ കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റുള്ളത് എങ്ങനെ കണ്ടെത്തി എഴുതും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കുന്നത്. രസ് നഹി എന്ന് എഴുതിക്കൂടെ? തേനില്ല. പ്ലാസ്റ്റിക് പൂവിന് തേൻ ഉണ്ടാകുമോ? ഇല്ല. അതെന്നും എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കും. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്താം? പ്ലാസ്റ്റിക് ഉദ്യാനിലെ കോമൾ സ്പർശനഹി അല്ലെ? കോമളമായ സ്പർശനമില്ല അല്ലെ? കോമളമായ മൃദുലമായ സ്പർശനം എവിടെ കിട്ടില്ല? നമ്മുടെ പ്ലാസ്റ്റിക് ഉദ്യാനിൽ നമുക്ക് ലഭിക്കുകയില്ല. ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം, മിട്ടി ഓർ പാനിക്ക് ആവശ്യകത നഹി, ഇതിന് മണ്ണിന്റെയോ വെള്ളത്തിന്റെയോ ആവശ്യമില്ല. പ്ലാസ്റ്റിക് പൂവിന് അതുണ്ടോ എന്ന് നമ്മൾ കടയിൽ നിന്നും വാങ്ങിയതുപോലെ എല്ലാ കാലവും നമുക്ക് നമ്മുടെ വീടുകളിൽ ഇങ്ങനെ നിൽക്കും. അതിന് കോമളമായ സ്പർശനമോ തേനോ നല്ല ഗന്ധമോ ഒന്നും ഉണ്ടാവില്ല. അതിന് മണ്ണിന്റെയോ വെള്ളത്തിന്റെയോ ആവശ്യമില്ല. എന്നാൽ അസ്ലി ഉദ്യാൻ എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഗന്ധ് നഹി എന്ന് നമ്മൾ ആദ്യം പ്ലാസ്റ്റിക് ഉദ്യാനിൽ പറഞ്ഞു. എന്താണ്? മണമില്ല. അങ്ങനെ വേണമെങ്കിൽ അസ്ലി ഉദ്യാനിൽ ഗന്ധ് ല്ലേ, മണമുണ്ട്. ഗന്ധ് ഹേ ല്ലേ, മണമുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഓക്കെ ആണോ? അത് മണമുണ്ട്, സുഗന്ധമുണ്ട് ല്ലേ, നല്ല മണം. റോസ് പൂവിന്റെ ഒക്കെ നല്ല മനോഹരമായിട്ടുള്ള സ്മെല്ലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. അതേപോലെ അസ്ലി ഉദ്യാനില് രസ് ല്ലേ, രസ് ഹേ, എന്തുണ്ട്? തേനുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കോമൾ സ്പർശ്, കോമളമായ സ്പർശനം എവിടെ കിട്ടും? നമ്മുടെ യഥാർത്ഥ പൂന്തോട്ടത്തിലെ പൂവിന് നമുക്ക് ലഭിക്കും. അതേപോലെ നമുക്ക് വരുന്നത് എന്താ? മോസം കാ ആവശ്യകത ല്ലേ, കാലാവസ്ഥയുടെ ആവശ്യം നമുക്കുണ്ട് ല്ലേ. ഇതിന് മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ ആവശ്യമുണ്ട് ല്ലേ. മണ്ണ് നല്ല മനോഹരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതിന് അനുയോജ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യഥാർത്ഥ പൂവ് ഇങ്ങനെ നിലനിന്ന് പോരുകയുള്ളൂ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നാളത്തെ പരീക്ഷയിൽ ചോദിച്ചാൽ നിങ്ങൾ സിമ്പിളായിട്ട് ഇത്തരത്തിൽ എഴുതുമല്ലോ മക്കളെ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുക. നല്ല സെറ്റായിട്ട് നിങ്ങൾ ഹിന്ദി പരീക്ഷ എഴുതുക. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.